ആനശില്പങ്ങൾ നിരവധി ചെയ്തിട്ടുള്ള മാധവൻ മാസ്റ്റർ എന്ന ചിത്രകലാ അധ്യാപകന്റെ കൈകളാണ് ഈ ശില്പത്തിനു പിന്നിൽ. ഒരു മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞ ആനയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിറഞ്ഞ സന്തോഷമാണ് ഈ കലാകാരന്. ഇത് 10ാമത്തെ ആനയാണ്. ആദ്യം മംഗലാംകുന്നാണ് ആന ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഇതിന് പഞ്ചായത്തിൽ നിന്ന് ഗംഭീര സ്വീകരണമൊക്കെ ഉണ്ടായി. അപ്പോൾ മംഗലാംകുന്ന് ആന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ആലുവയെന്ന് ടെല്ലസ് വന്നിട്ട് അവിടെ ഒരു ആന ഉണ്ടാക്കണം പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ആന ആലുവയിലാണ്. ആലുവയിലുണ്ടാക്കിയപ്പോൾ കോതയൂര് ഒന്നുണ്ടാക്കണം, മനുശ്ശേരി ഒന്നുണ്ടാക്കണം പറഞ്ഞ് 2 ആൾ വന്നു. പിന്നെ കോതയൂരും മനുശ്ശേരിയായി. പിന്നെ മകളുടെ വീട്ടിലും ഒരാന 10 അടിയിൽ ഗുരുവായൂർ പത്മനാഭനെയാണ് അതുണ്ടാക്കാൻ ശ്രമിച്ച്. അതിൽ ആ കൊമ്പിൻ്റെ ചെരുവിനെ വേണ്ടാന്ന് വെച്ചു എന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കടുങ്ങല്ലൂർ ഒരു മാരാരുടെ വീട്ടിൽ ഒന്ന്, പിന്നെ ഒരു ഷൺമുഖൻ്റെ വീട്ടിലും ഒരാന ഉണ്ടാക്കി. പിന്നെ EP രാമേന്ദ്രൻ വക്കീലിൻ്റെ അവിടെ ഉണ്ടാക്കി. പാലപ്പുറത്ത് ഒരാന ഉണ്ടാക്കി. പിന്നെ ഇത് പെരുങ്കുളം അങ്ങനെ 10 എണ്ണമാണ് ഉണ്ടാക്കി കിടക്കുന്നത്. ഒക്കെ വലിയ വലിയ ആനകളാണ്. അതിൻ്റെ മുമ്പേ പേപ്പർ പൾപ്പോണ്ടായിരുന്നു ചെറുതൊക്കെ ഉണ്ടാക്കിയിരുന്നു. 30 കൊല്ലം ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ മാഷായിരുന്നു, ഡ്രോയിങ് മാഷായിരുന്നു. അതിന് ശേഷം പതിയെ ഒരു 5-6 കൊല്ലമേ ആയിട്ടുള്ളൂ ആനയിലേക്ക് തിരിഞ്ഞിട്ട്. ഈ ആന 18 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. പെരുങ്കുളത്തെ സ്വാമി ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ വന്ന് 18 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. ഇതിലെ കമ്പി, ചല്ലി, മണൽ. ആനയുടെ കമ്പി കൊണ്ട് ആനയുടെ അസ്ഥികൂടം ആദ്യം ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലെ വല വെച്ചിട്ട് കോൺക്രീറ്റ് ഇടുകയാണ്. ഉള്ളു പൊള്ളയാണ്. വല വെച്ച് കോൺക്രീറ്റ് ഇടും. അങ്ങനെ ഒരു 18 ദിവസം കൊണ്ട് ആനശില്പം പൂർത്തീകരിച്ചു. ആനയെ പോറ്റുകയും ഒപ്പം വീട്ടുമുറ്റത്ത് ഒരാനശില്പം തീർക്കുകയും ചെയ്തിട്ടുള്ള ആനപ്രേമിയാണ് തൂഫാൻ തോമസ്. ആനമോഹവുമായി നടന്ന കാലത്താണ് ഇദ്ദേഹം വീട്ടുമുറ്റത്തൊരു ആനശില്പം പണിയുന്നത്. ശില്പം പണിയുമ്പോൾ ആനയെ വാങ്ങുവാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇന്ന് തൂഫാൻ ശ്രീകുട്ടൻ എന്ന കൊമ്പനൊപ്പം ഈ കൊമ്പനും ഇവിടത്തെ അഴകും ഐശ്വര്യവുമാകുന്നു. പെരുവനം ദേശത്ത് ബാസ്റ്റ്യൻ വിനയചന്ദ്രൻ എന്ന ഐശ്വര്യമുള്ള ആന നിൽക്കുന്ന ഈ വീട്ടിലും ഒരു ആനശില്പമുണ്ട്. വീട്ടിനകത്താണിവൻ്റെ സ്ഥാനം. പുറത്തൊരാൾ സർവ്വപ്രതാപങ്ങളോടും കൂടി നിൽക്കുമ്പോൾ വീട്ടിനുള്ളിൽ ഇത്തിരി പോന്ന ഒരാനയെ തീർത്ത് ആസ്വദിക്കുകയാണ് ബാസ്റ്റ്യൻ എന്ന ആനപ്രേമി. കേരളത്തിലെ മികച്ച ആനകൾക്കെല്ലാം ഫാൻസ് അസോസിയേഷനുകളും അവയുടെ കമ്പക്കാരുമുണ്ട്. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ റിലീസാകുന്ന ദിവസം ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഒരുക്കുന്ന പ്രകടനങ്ങൾക്ക് സമാനമായ ചില സംഗതികൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആന ഉത്സവ പറമ്പുകളിൽ കാലുകുത്തുന്ന അവസരങ്ങളിൽ ഫാൻസ് അസോസിയേഷൻകാരും ഒരുക്കാറുണ്ട്. പുഷ്പവൃഷ്ടിയും ആർപ്പുവിളിയും ആനയുടെ ഇഷ്ടഭക്ഷണങ്ങൾ വിളമ്പലുമെല്ലാം അതിലുൾപ്പെടും. തെക്കൻ ദേശത്ത് ഒത്തിരി ആരാധകരുള്ള ഒരു ഒത്ത കൊമ്പനാണ് ആതിര വിനോദ്. കൊല്ലം ആതിരയിൽ രവി മുതലാളിയുടെ ആനയാണിവൻ. വീണെടുത്ത കൊമ്പുകളും ഉയർന്ന മസ്തകവും ഉത്സവപ്പറമ്പുകളിലെ തലയെടുപ്പുമെല്ലാം ഇവൻ്റെ പ്രത്യേകതയാണ്. ഈ മെറിറ്റുകൾ തന്നെയാണ് ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും. കൊലകൊമ്പന്മാരായ 1ലധികം ആനകൾ വിരാജിക്കുന്ന ആതിര വീടിൻ്റെ ഐശ്വര്യവും അഭിമാനവുമായി ഇവനെക്കുറിച്ച് നല്ലത് മാത്രമല്ല
പറയുമ്പോൾ 100 നാവാണ് ആരാധകർക്ക്. 10 വർഷം കൊണ്ട് ഈ ആനയെ നേരിട്ടറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ആന കാഴ്ചയിൽ കേരളത്തിലെ നാടനാനകളുടെ രൂപസാദൃശ്യമുള്ള ആനയാണ്. അതുപോലെ സ്വഭാവം, മതപ്പാടിൽ പോലും ആനയെ എഴുന്നള്ളിക്കാമെന്നുള്ള അത്ര സ്വഭാവശുദ്ധിയുള്ള ആനയാണ്. ഇതിനെ കെട്ടിയഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കാര്യം പഴയ പാപ്പാൻ മാറി പുതിയ പാപ്പാൻ വന്നപ്പോൾ വടിക്കമ്പന് ഒരു അടി പോലും കൊടുക്കാണ്ട് പുതിയ പാപ്പാൻ ആനയെ ചട്ടമാക്കി കൊണ്ടുപോയത്. അത്ര ശാന്ത സ്വഭാവിയും. പിന്നെ തലയെടുപ്പും, പിന്നെ ഒറ്റ നിലവെന്ന് പറയും. ആന എഴുന്നള്ളിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒറ്റ നിലവിൽ ആന നിൽക്കും. ആനക്കാരൻ വടിക്കമ്പ് കൊണ്ട് പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ നിലവാണ്. പിന്നെ വീണെടുത്ത കൊമ്പുകളാണ്. എല്ലാ സ്വഭാവവും അഴകും ഒക്കെ ഒത്തിണങ്ങിയ ആനയാണ് ഈ വിനോദ്. കൂട്ടാനയുടെ ശല്യമൊന്നുമില്ല. കൂടെ എഴുന്നള്ളിക്കുന്ന ആനകളോട് യാതൊരുവിധ ശല്യമില്ല. ആർക്ക് വേണമെങ്കിലും എഴുന്നള്ളിക്കാം. ആരോടും യാതൊരു വഴക്കുമില്ല. ആനയ്ക്ക് ആരോടും ഒരു പിണക്കവുമില്ല. അതിലെ വിനോദിനെക്കുറിച്ച് വളരെ കുറച്ച് കാലമായിട്ട് നമുക്ക് അടുത്തറിയാവുന്ന ആനയാണ്. വളരെ സൗമ്യനാണ്. ഞങ്ങൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ആനയാണ്. വളരെ ലക്ഷണമൊത്ത ഒരു ആനയാണ്. ഞങ്ങൾക്കുള്ള ആനയുടെ സത്യം പറഞ്ഞ ഒരു ആനപ്രേമം ഞങ്ങൾക്കുണ്ടായത് ആതിര വിനോദ് വഴിയാണ്. ആതിര വിനോദ് 2 കൊല്ലമായി ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ഒരു എടുത്തു വളരുന്ന ഒരു ആന, അല്ലെങ്കിൽ വളരെ അറിയപ്പെട്ടു വരുന്ന ഒരു ആന ആണ് ആതിര വിനോദ്. ഇപ്പോൾ എറണാകുളം ജില്ലക്കാർക്ക് കഴിഞ്ഞ കൊല്ലമാണ് ആതിര വിനോദിനെ പരിചയപ്പെടുത്തിയത്. തൃപ്പൂണിത്തുറയിൽ ഏകദേശം മെയിൻ ഒരു ഉത്സവങ്ങളിൽ ഒരു പ്രധാന ഘടകം എന്നുള്ള തൃപ്പൂണിത്തുറ ഉത്സവത്തിന് ആതിര വിനോദ് വരികയും അങ്ങനെ തന്നെ ആനയ്ക്കൊരു നല്ലൊരു പേരുണ്ടാവുകയും ചെയ്തു. പിന്നെ എറണാകുളം, തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ഇനിയും ആതിര വിനോദ് വരണമെന്നാണ് എൻ്റെയും എന്നെപ്പോലുള്ള ആനപ്രേമികളുടെയും ഒരാഗ്രഹം.